beautiful weather, right? It's really cold and nice weather. Yeah, it's good to have a bajji and a glass of chai. You agree with me? Yeah, I'll agree. Ada niye ee Polla Mulaku Bajji കഴിച്ചിട്ടുണ്ടോ? No. Yeah, Polla Mulaku is something very special one from Palakkadan. Okay, it's a chili. It looks like what you call. It's a small version of capsicum. It looks like that. It's a pepper basically, and which is called as Polla Mulaku. Polla Mulaku. Polla Mulaku. And you know, the preparation is very interesting. It is a bajji made out of that. ഒരു കാര്യം അറിയോ, ലാസ്റ്റ് 3 days I was trying to get this Polla Mulaku in Kochi. You're so desperate for it. Yeah, and എപ്പോഴും ഇല്ല Polla Mulaku. എന്ത് ചെയ്തു എന്ന് വെച്ചാൽ I called up our Sudhir uncle at Palakkadan. I told him that I want Polla Mulaku. Yeah. So he said okay, he will try to buy it and he will send it through courier. But it didn't work out. It didn't work out again. We were waiting. Food items are not allowed by courier. Yeah. അത് കഴിഞ്ഞ് ഞാനിത് നമ്മുടെ ജീവൻ അങ്കിൾ ഉണ്ടല്ലോ, ജീവൻ അങ്കിളെ വിളിച്ചു. ജീവൻ അങ്കിളെ വിളിച്ച് പറഞ്ഞു, നീയൊക്കെ പാലക്കാടുകാരനായിട്ട് എന്ത് കാര്യം ഇരിക്കണം, എനിക്ക് Polla Mulaku വേണമെന്ന് പറഞ്ഞു. അപ്പൊ ജീവൻ അങ്കിൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ വിളിച്ച് പറഞ്ഞു, കേട്ടാ ബിജു അവിടുന്ന് വരുന്നുണ്ട്, ബിജുവിൻ്റെ അടുത്ത് വാങ്ങിച്ചോട്ട് വരാമെന്ന്. അങ്ങനെ ബിജു അങ്കിൾ ആൻഡ് ഫാമിലി ഇപ്പൊ Polla Mulaku ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. Why are you so stressing, Biju? Biju, because he's got to be now. He is the person who is bringing me my Polla Mulaku. Don't. So that's brilliant, but I think you're going a little too crazy. Yeah, as usual. അങ്ങനെ Polla Mulakuവിൻ്റെ അന്വേഷണം അവിടെ തീരുകയാണ്. ഇന്ന് കാലത്ത് നമ്മുടെ ബിജു പാലക്കാട് നിന്ന് വിളിച്ച് ചോദിച്ചു, എന്നെമാതിരി ഞാൻ മാർക്കറ്റിലുണ്ട്, Polla Mulaku വാങ്ങിച്ചുകൊണ്ട് വരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ബിജു ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പാലക്കാട് നിന്നാണ്. അങ്ങനെ വിചാരിച്ച പോലെ തന്നെ ഇന്നത്തെ ദിവസം Polla Mulaku കിട്ടണം. നല്ല മഴയുള്ള സമയത്ത് ഈ Polla Mulaku ബജ്ജി കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഗംഭീര ആനന്ദമാണ്. അങ്ങനെ ഈ Polla Mulaku വാങ്ങിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് പുറത്ത് മെയിൻ റോഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ അവർ പോകുന്ന വഴിക്ക് എനിക്കിവിടെ എത്തിച്ചു തരാമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ആ വണ്ടി കല്ലൂർ കഴിഞ്ഞു കടവന്ത്രയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. സോ 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ഈ പറയുന്ന സാധനം, അതായത് പലവർക്കും പരിചയമില്ലാത്ത പക്ഷെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതെങ്ങനെ ഉപയോഗിക്കണമെന്നറിയാത്തൊരു സാധനമാണ് ഈ Polla Mulaku. അതിപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും. ആ ചുവന്ന കാറാണെന്ന് തോന്നുന്നു. ആ കാറിലാണ് Polla Mulaku വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിജുവും ഫാമിലിയും ഇതാ അങ്ങനെ ഈ Polla Mulaku എന്നുള്ള സാധനം നമ്മുടെ കയ്യിൽ കിട്ടുകയാണ്. ഹലോ, ഹായ് ഹലോ പറഞ്ഞേ, ഹലോ. Polla Mulaku കയ്യിൽ കിട്ടി. ആ Polla Mulakuമായിട്ട് തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വേണം അതെന്ത് ചെയ്യണം എന്നുള്ള കാര്യം ആലോചിക്കാം. നമുക്ക് നല്ലൊരു Polla Mulaku ബജ്ജി ഉണ്ടാക്കാനുള്ളൊരു പരിപാടി ആലോചിക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം Polla Mulaku. ഇത് അത്ര ഫ്രഷായിട്ടില്ല, പക്ഷേ സാരമില്ല, കുറച്ച് ദിവസമായിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ കിട്ടാത്തൊരു സാധനം കിട്ടുമ്പോൾ ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണരുതെന്ന് പറഞ്ഞ പോലെ വളരെ നല്ല ഒരു വിഭവം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള സന്തോഷത്തിലാണ് ഇപ്പോൾ ഞാൻ. നിങ്ങളാരും അധികം പേരും കഴിച്ചിട്ടുണ്ടാവാൻ ഒരു ചാൻസുമില്ല. അതായത് പാലക്കാട്ടിലെ സ്പെഷ്യലായ Polla Mulaku ബജ്ജി. അങ്ങനെ നമ്മൾ പറഞ്ഞ Polla Mulaku നമുക്ക് കിട്ടി. What do you say? To be honest, my dad went a little crazy for the past 3 days. He was on call after call, and the only thing I heard was this Polla Mulaku. Finally, he got it. So I'm at least at peace because I don't need to hear another call saying Polla Mulaku. എടാ ഒരു കാര്യം അറിയാം, ഞാൻ ടീച്ചറെ കൂടെ Polla Mulaku ബജ്ജി ഉണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പില്ല. പാലക്കാട് ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെ സ്പെഷ്യലാണ്. പാലക്കാട് കൂടുതൽ വെജിറ്റേറിയൻ ഫുഡാണുള്ളത്. പാലക്കാട് 92 ബ്രാഹ്മണ ഗ്രാമങ്ങൾ ഉണ്ടെന്നാണ് അറിയുന്നത്. 92 Brahmin villages. Yeah, we go to Palakkad every time to go for the temple. Yes. So many relatives living there. Absolutely. അപ്പോൾ ഈ പാലക്കാടിലെ ഭക്ഷണ ശൈലി എന്ന് പറയുന്നത്, രീതി എന്ന് പറയുന്നത് നല്ല രസമാണ്. അതായത് സേവ, നമ്മൾ ഇടിയപ്പം ഉണ്ടല്ലോ, ഇടിയപ്പനെ പൊടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും, അതിനാണ് സേവ എന്ന് പറയുന്നത്. സേവയുടെ കൂടെ കഴിക്കാൻ നമ്മുടെ ഇഷ്ടംപോലെ വേറൊരു ഐറ്റമാണ്, അതിൻ്റെ പേര് സ്വതിക്കൂട്ടാൻ എന്ന് പറയും. ഉപ്പുമാ പുഴക്കട്ട്, പിന്നെ അടയുണ്ടല്ലോ, നമ്മുടെ അരിയട അല്ലെങ്കിൽ അട,
ഇത് അരി മാത്രമല്ല വേറെയും കുറേ ധാന്യങ്ങൾ ഇട്ടിട്ടുള്ള അട, അതിൻ്റെ കൂടെ അവിയൽ, ദോശ പോലെ ഉണ്ടാവും, അതിൻ്റെ കൂടെ അവിയൽ, അങ്ങനെ ഒത്തിരി സ്പെഷ്യൽ ഡിഷസ് ഉണ്ട്. മുളക് കൂട്ടാൻ, ഓക്കെ. പാലക്കാടൻ സാമ്പാറിന് വേറൊരു ടേസ്റ്റാണ്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പാലക്കാടിന് മാത്രമായിട്ട് തന്നെയുണ്ട്. നല്ല നന്നായി സർബത്ത്, നല്ല അസലായിട്ടുള്ള നന്നായി സർബത്ത്. നന്നാരി എന്ന് പറയുന്നത്, നന്നാരി വേരുണ്ടല്ലോ, അത് ശർക്കര പഞ്ചസാരയുടെ കൂടെ, പഞ്ചസാര പാനീയത്തിന്റെ കൂടെ ചേർത്തുണ്ടാക്കുന്ന സർബത്ത്. അതാണ് ഇച്ച പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞങ്ങളുടെ സുഹൃത്ത് സുരേഷിന്റെ കടയിൽ ഇച്ച ഒരു സർബത്ത് ഉണ്ടാക്കി, അല്ലേ? അപ്പോ ഈ ഒരു കാര്യത്തിലേക്ക് വരാം. ഇത് പൊള്ളമുളക്, ഓക്കെ. ഇത് പലരും കണ്ടു കാണും, ഇത് പലരും പല രീതിക്കായിരിക്കും ഉപയോഗിക്കുന്നത്. ഇതിന് പാലക്കാട് ബ്രാഹ്മണന്മാർ ഉപയോഗിക്കുന്ന വേറൊരു രീതിക്കാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇത് വെച്ച് ബജ്ജി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം, കടിച്ചു വെച്ചാൽ എരിവുണ്ടാവില്ലേ എന്നുള്ളതാണ് ഒരു ചോദ്യം. കടിക്കാൻ നോക്കിച്ചാൽ അപ്പോൾ ഇത് കഴിച്ചാൽ എരിവുണ്ടാവുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ട് തന്നെയാണ്. അപ്പോൾ ഇത് വെച്ച് എങ്ങനെ ബജ്ജി ഉണ്ടാവും? എരിയാത്ത ബജ്ജി, ഓക്കെ. അതാണ് ഇത് കാണാൻ പോകുന്നത്. സാധാരണ ഈ കർക്കിടക മാസത്തിൽ ഈ സമയം, അതായത് മഴക്കാലത്താണ് ഈ ബജ്ജി അല്ല, ഈ പൊള്ളമുളക് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ നാട്ടിൽ വരാറുള്ളത്. ഞാൻ പാലക്കാട് കാരണമായതുകൊണ്ടാണ് ഇത്രയ്ക്കും വിസ്തരിച്ച് പറയുന്നത്. ഈ മുളക് ഈ സീസൺ കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല പാലക്കാട്. അപ്പോൾ ഞങ്ങളൊക്കെ ഈ ഞങ്ങൾ എറണാകുളത്താണ്. എറണാകുളത്ത് നിന്ന് എല്ലാ വർഷവും അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി കർക്കിടക മാസത്തിൽ നമ്മളെല്ലാം നമ്മളുടെ കുലദൈവങ്ങളെ കാണാൻ വേണ്ടി പോകുന്ന ചടങ്ങുണ്ട്. ഈ കുലദൈവങ്ങളെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് അമ്പലങ്ങളെല്ലാം തൊഴുത് കഴിഞ്ഞ പിന്നെ ഉച്ചയ്ക്ക് ശേഷം അവിടെ നിന്ന് മാർക്കറ്റിൽ പോയി തപ്പി കണ്ടുപിടിച്ച് ഇതേപോലെ സാധനങ്ങൾ, പിന്നെ പാലക്കാടുള്ള പുളി, ഇതൊക്കെ ആയിട്ട് ഈ ചാക്കുമായിട്ട് തിരിച്ച് അതായത് നാട്ടിലേക്ക് എത്തും. There are so many temples over there. They have such beautiful statues. There's so many lakes also. We've bathed in... Not lakes, ponds. Ponds, yeah. We've bathed in them sometimes, remember? And we go to about 3-4 temples. They have such... Oh, the payasam over there. Oh, Kerala. അപ്പോൾ ഈ ബജ്ജി ഇന്ന് ഉണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. നേരത്തെ കണ്ട പോലെ ഈ മുളക് ഇവിടെ എത്തിക്കാൻ വേണ്ടി പെട്ട പാട് കുറച്ചൊന്നായിരുന്നില്ല. 3 ദിവസത്തിന്റെ പ്രയത്നത്തിന് ശേഷമാണ് ഇന്ന് നമ്മുടെ കയ്യിൽ ഈ മുളക് കിട്ടിയിരിക്കുന്നത്. ശരി, അപ്പോൾ ഈ മുളക് ബജ്ജി ഉണ്ടാക്കാൻ മാത്രമല്ല, നമ്മുടെ പുളിയിഞ്ചി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ, അതേപോലെ ഒരു ഐറ്റം പോലും ഈ മുളക് വെച്ച് ഉണ്ടാക്കുന്ന ഒരു വിഭവമുണ്ട്. അത് നമുക്ക് പിന്നെ ഉണ്ടാക്കാനുള്ളതാണ്. ഇന്നിപ്പോൾ മുളക് വെച്ച് ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ ഉച്ചയുടെ കൂടെ ചേർന്ന് നിന്ന് മുളക് വെച്ച് ഉണ്ടാക്കാം. നമുക്ക് തുടങ്ങാം. ഇത് കുറച്ച് ഇഡ്ഡലി മാവ്. ഇഡ്ഡലി മാവിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശകലം അരിപ്പൊടി ഇടുക. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ എന്താ? റൈസ് ഫ്ലവർ. ഓക്കെ, അത് ഒരു സ്പൂൺ ആക്കി, ഒരു സ്പൂൺ മുഴുവൻ എടുക്കാം. എനിക്ക് തോന്നുന്നു കിച്ചൺ ഇടുന്ന അനുസരിച്ചാണെങ്കിൽ 2 സ്പൂൺ ഇടാം. ഇട്ടോളൂ, 2 സ്പൂൺ. 1. ഓക്കെ, അതിൻ്റെ കൂടെ കുറച്ച് ചില്ലി പൗഡർ, അതായത് മുളക് പൊടി. അപ്പോൾ നമ്മൾ മുളക് പൊടി ഇടുന്നു. നമുക്ക് കിച്ചൺ അടുത്ത് ഉപ്പാണ് ഇടാൻ പോകുന്നത്. ദോശമാവിൽ ഓൾറെഡി ഉപ്പുണ്ടല്ലോ, അപ്പോൾ അതിന് ഉപ്പ് കുറച്ചിട്ടാൽ മതി. അപ്പോൾ അടുത്ത് ഉപ്പ്. വെരി ഗുഡ്. പിന്നെ സോഡാപ്പൊടി അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ, ഒരു ചെറിയ പിഞ്ച് ഓഫ്, അല്ലെങ്കിൽ ഒരു നുള്ള്. നുള്ളണേ, ഒരുപാട് വീഴരുതേ. ഇതെന്താ? എനിക്കിതിന്റെ ഇംഗ്ലീഷിൽ പേരല്ല, ഇതെനിക്ക് കായം എന്ന് മാത്രമേ അറിയുള്ളൂ. അതന്നെ കിച്ച പറഞ്ഞ ആ സാധനം കുറച്ച്. അതെല്ലാം കൂടി വീഴേണ്ട ദൈവമേ, എല്ലാം കൂടി വീഴരുത് ദൈവമേ. മതി. ഇനി നമുക്ക് ഇളക്കാം. നല്ലോണം ഇളക്കി വെച്ചാൽ ഓക്കെ, ലംപ് ഫ്രീ ആയി. ഇനി നമുക്ക് എന്തായിട്ടുണ്ട്? കടലപ്പൊടി. അതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? അടിപൊളി. ഓക്കെ, എന്തായാലും 1 സ്പൂൺ പോരാ, നമുക്ക് 3-4 സ്പൂൺ വേണം. അപ്പോൾ ഒരു കാര്യം കിച്ചൻ നേരിട്ട് 3 സ്പൂൺ ഇട്ടോ, ബാക്കി പിന്നെ നോക്കാം, വരുന്നിടത്ത് വെച്ച് കാണാൻ. ഇപ്പൊ 2.5 സ്പൂണേ ആയുള്ളൂ, സാറില്ല. ഒന്നുകൂടി നല്ലോണം ഇളക്കാം.
Papa, I think this is the right dipping consistency. It has no lumps and it's not so thick. കണ്ടിട്ട് നന്നായിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഒരു ബജ്ജി ഉണ്ടാക്കാൻ പറ്റിയ ഒരു കൺസിസ്റ്റൻസി ആയി തോന്നുന്നു. അവിടെ സാധാരണ ഞങ്ങൾ അവിടെ കഴിക്കുമ്പോൾ നല്ല ചുവന്ന മാവാണ് ഉണ്ടാവുക. കുറച്ചും കൂടി ചില്ലി പൗഡർ വേണോ നമുക്ക്? കുറച്ചും കൂടെ അല്ലേ? ഇത് നല്ല ഓറഞ്ച് ഉള്ളൂ. ഇതൊരു ഓറഞ്ച് കളർ ആയല്ലോ. അപ്പോൾ കുറച്ച് നമുക്ക് ചില്ലി പൗഡർ ഇട്ടാലോ? അത് മാത്രമല്ല ഉള്ളിൽ പൊള്ളമുളകും കൂടി എരിവുണ്ടാവുമായിരിക്കുമല്ലോ. എക്സ്ട്രാ സ്പൈസി മതിയല്ലേ? മതി. വെറുതെ എരിഞ്ഞിട്ടേ അവസാനം ഒരു ചായക്ക് വരെ നമ്മൾ 5 ചായ കുടിക്കേണ്ടി വരുന്നു. I think the batter is ready now, right? Yes, അത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയി എന്ന് തോന്നുന്നു. ഒരു കാര്യം അറിയിച്ചാൽ ഈ പൊള്ളമുളക് ബജ്ജി ഉണ്ടാക്കുമ്പോൾ ഇത് ചുമ്മാ ഇങ്ങനെ മുക്കിയിടുന്നത് മാത്രമല്ല, ഇതിനൊരു ഫില്ലിംഗ് ഉണ്ട്. അറിയാം അതെന്തിന്റെ ഫില്ലിംഗ് ആണെന്നറിയോ? പുളിയുടെ ഫില്ലിംഗ്, പുളി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ആണ്. So the tamarind makes the spiciness, right? Yes. It decreases the spiciness. Yes. അപ്പോൾ നമുക്ക് എരിയാതിരിക്കാൻ വേണ്ടി ഉള്ളിൽ നമ്മൾ ചെറിയ പുളി കൊണ്ട് ചെറിയൊരു സൂത്രം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. നമുക്ക് ഉണ്ടാക്കാം. Ready? വാ. We have a mixer jar here. We're gonna be. Let's open this. How do you open this? How to open this? Okay, finally open. ആദ്യം നമുക്ക് കുറച്ച് പുളി അതിലിടാം. അപ്പോൾ പുളി എത്ര എടുക്കണം എന്നറിയാം വെച്ചാൽ നമുക്കൊരു നമ്മളിപ്പോൾ ആ കൂടി ഉണ്ടാക്കാൻ പോകുന്ന ഒരു 10 ബജ്ജി ഉണ്ടാക്കാൻ പോകുന്നത്. അതിനൊരു നാരങ്ങ എന്ന് പറഞ്ഞാൽ ഒരു ലൈമില്ലേ, ആ ലൈമിൻ്റെ സൈസിലുള്ള പുളി എടുക്കുക. ഈ പുളി ഒരു കാര്യം ചെയ്യണം, അതിലുള്ള നാര്, അതിനുള്ള കുറേ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, സീഡ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എടുത്ത് കളയണം. എന്നിട്ട് നീറ്റായിട്ട് നല്ല സോഫ്റ്റായ പുളി എടുക്കുക. ഈ പുളി ഇനി കിച്ചൻ ചെയ്യും ആഡ് ചെയ്യും. സാധാരണ പുളിയും ഉപ്പും മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ അടുത്തൊരു ഉപ്പിടാം. കിച്ചയ്ക്ക് വേണ്ടി നമുക്കൊരു പുതിയൊരു സാധനം കൂടി എല്ലാം ആഡ് ചെയ്യാം. ഉപ്പ് എത്ര വേണം? കറക്റ്റാ, അതും കൂടി ഇട്ടു. ഓക്കെ, അപ്പോൾ നമ്മൾ ഉപ്പിട്ടു, പുളി ഇട്ടു. കിച്ചയ്ക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാം, ഒരുപാട് എരിയാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ശർക്കര, അതായത് ജാഗ്രി, അത് കുറച്ചിട്ടു. ഇത് സാധാരണ പാലക്കാട് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതോ പാലക്കാട് ഉണ്ടാക്കുന്നവരോ ശർക്കര ഇടാറില്ല. പക്ഷെ നമ്മളിവിടെ കിച്ചയ്ക്കായതുകൊണ്ട് നമ്മൾ ശർക്കരയും കൂടി ഇട്ടു. ഓക്കെ, അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം അല്ലേ? യാ. Papa, I think it's a little too sour. I think we should add a little salt. What do you think? കുറച്ചും കൂടി ഉപ്പാവാം. ഉപ്പിട്ടോ? Okay. എനിക്ക് തോന്നുന്നു ഒരു 1/4 സ്പൂണും കൂടി മതി തോന്നുന്നു അല്ലേ? എന്ത് രസമായിട്ടുണ്ടല്ലേ പുളി കഴിക്കുമ്പോൾ കിച്ച. അപ്പോൾ കിച്ച നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ചെറിയൊരു സ്ലിറ്റ് ഇടുക. ഓക്കെ, എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് ഉള്ളിന്നെടുത്ത് കളയാം, കുറച്ച്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കുറച്ചെടുക്കാം. പുളി എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാം. അതായത് നോട്ട് ഫുൾ, അത്രയ്ക്ക് ആവശ്യമില്ല, അത് ഒരുപാട് പുളിയായി പോകും. അപ്പം ഇത് കണ്ടില്ലേ, ഇത് കണ്ട. അപ്പം നമുക്ക് ഒന്നും കൂടി ചെയ്യാം. ചെറുതായിട്ടൊരു സ്ലിറ്റ് ഉണ്ടാക്കി. ഓക്കെ, കൂടുതലാണ്. ഓക്കെ, പുളി വെച്ചു. ഓക്കെ, അപ്പോൾ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നു അല്ലേ? ചൂടായോ കിച്ച? ഓക്കെ, നമുക്ക് ഇടാറായോ? ശരിക്കും നല്ല ചൂടായോ? ആണോ? ഒരു സെക്കൻഡ് കൂടി വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം അല്ലേ? ഓക്കെ, നമുക്ക് ടെസ്റ്റ് ഒക്കെ ഉണ്ടോ അതിന്? ഈ പരീക്ഷയൊക്കെ എഴുതണോടാ? ഒരു എണ്ണ ഒരു തുള്ളി മാവ് എടുത്തിട്ട് വെക്കണം. റെഡിയാണ്. ഇത് പൊന്തണം, അങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് റെഡിയല്ലേ കിച്ച? അപ്പൊ എന്താ ചെയ്യേണ്ട? ഒരു കാര്യം, എവിടെയാ പിടിച്ചിരിക്കുന്നത് കിച്ച? അത് കാണിച്ച്, അതായത് നമ്മൾ ഈ ഞെട്ടി എടുക്കാത്തതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മളിങ്ങനെ പിടിച്ച് മുക്കി പൊരിക്കുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഞെട്ടി പിടിക്കാതിരിക്കുന്നത്. ഓക്കെ, ഇനി കിച്ച റെഡി? ടിപ്പ് ചെയ്തോളൂ. നമ്മൾ ഒരു കോട്ടേ ചെയ്തിട്ടുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഗ്രീൻ കളറൊക്കെ പുറത്ത് കാണാം. നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്നറിയോ?
ഇത് ഒരു പ്രാവശ്യം ഒന്ന് പൊരിഞ്ഞെടുത്ത പിന്നെ ഒന്നും കൂടി നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് ബജ്ജി ഉണ്ടാക്കും. അപ്പം എനിക്ക് മതി തോന്നുന്നു. ദിസ് ഈസ് ഫസ്റ്റ് സെറ്റ്. ചായ റെഡിയായി. ഇപ്പൊ ഞാൻ ഇതിൽ പോരട്ടെ. അപ്പോൾ ഇത് ഏലക്ക ചായ അല്ലേ? ഏലക്ക ചായ. ഓ, പിന്നെ ഏലക്ക ചായയും മുളക് ബജ്ജി. കുറച്ച് ഫുള്ളായില്ലേ? സോ കിച്ച, നമ്മുടെ മുളക് ബജ്ജി ഈസ് റെഡി. ഓക്കെ, ഇത് നമ്മൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നത്. ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു കഴിയുമ്പോൾ നല്ല ഷേപ്പിലും കാര്യത്തിലൊക്കെയാണ് വരുന്നത്. പക്ഷെ എന്തായാലും സാരമില്ല, നമുക്ക് കഴിച്ചു നോക്കാം അല്ലേ? അതെ. അപ്പോൾ നമ്മളിത് ചെയ്തത് എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ? പൊള്ളമുളക് അതിനുള്ളിൽ നമ്മളൊരു ഫില്ലിങ് വെച്ചു. എന്ത് ഫില്ലിങ്ങാണ്? പുളിയും നമ്മൾ കിച്ചയ്ക്ക് വേണ്ടി ശർക്കര ഇട്ടു. സാധാരണ ശർക്കര ഇടാറില്ല, പക്ഷെ നമ്മൾ ശർക്കരയും ശകലം ഉപ്പും ഇട്ടു. അപ്പോൾ അതെന്താ ഇടയ്ക്ക് വെള്ളം കുടിച്ച് നേരത്തെ നീ കഴിച്ചോ? ഞാൻ അറിയാതെ എണ്ണി നോക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് പാലക്കാടൻ പൊള്ളമുളക് ബജ്ജി. ഓക്കെ, കഴിച്ചു നോക്കാം. I don't want to dig into the chili. ഇതുണ്ടോ ആ പുളി ഉണ്ടല്ലോ, ആ പുളി ആ എരിവിനെ ഇങ്ങനെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആണ്ടാ, പുളി കൂടുതലുണ്ടെന്ന് നമുക്ക് അടിച്ചു മാറ്റിയതാ. സോ ഇതാണ് നമ്മൾ പറഞ്ഞ ഐറ്റം. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. So guys, it's a yummy and delicious dish, especially from പാലക്കാട്. സോ നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഏലക്ക ചായ, കിച്ചൺ ഉണ്ടാക്കുന്ന ഏലക്ക ചായ. യമി. അമ്മ കുറച്ച് ഹെൽപ്പ് ചെയ്തു. ആണോ? ചായ ഉണ്ടാക്കാനോ? ചായ ഉണ്ടാക്കാനില്ല, ഉണ്ടാക്കി കഴിഞ്ഞിട്ട്. ആണോ? ഓക്കെ.